കെ ആന്റണിക്കെതിരായ വിമർശനത്തെ സഭയിൽ എതിർക്കാത്തതിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല എന്ന വാദമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്. കെ ആന്റണിക്ക് പിന്തുണയുമായി നേതാക്കൾ അതേസമയം രംഗത്തെത്തുകയും ചെയ്തു. കെ ആന്റണിയുടെ ഭരണകാലത്തെ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പ്രതിപക്ഷത്തു നിന്ന് ആരും പ്രതിരോധിക്കാതിരുന്നതോടെയാണ് കെ ആന്റണി സ്വയം പ്രതിരോധത്തിനിറങ്ങിയത്. ശിവഗിരി, മുത്തങ്ങ, മാറാട് സംഭവങ്ങളിലാണ് ആന്റണി പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കെ ആന്റണിയെ പിന്തുണച്ച് നേതാക്കൾ. തങ്ങളുടെ കഴിവുകേടുകൾ, പിഴവുകൾ അത് അംഗീകരിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം. അതിനുള്ള ചുട്ട മറുപടിയാണ് കെ ആന്റണി കൊടുത്തത്. ഈ പഴയ ആയുധമെടുത്ത് തേച്ചു മിനുക്കി പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ ഒരാളിനെ ചേർന്നതാണോ എന്ന് അദ്ദേഹം ആലോചിച്ചാൽ മതി. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിനിയോഗിക്കുന്ന ചീളു പ്രയോഗമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനെ കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭയിൽ ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് കെ ആന്റണിയുടെ പ്രതികരണം ഇങ്ങനെ. നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. കെ ആന്റണി ഇന്നലെ പറഞ്ഞത് രാഷ്ട്രീയമാണെന്നും അത്ര പ്രാധാന്യം നൽകേണ്ടതുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.